പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ തിരുവിതാംകൂർ രാജാവിനും അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്ന സായുധരായ നായർ പടയാളികൾക്കും മുന്നിൽ വഴിമാറി കൊടുക്കാൻ ഒരു ജനവിഭാഗത്തിന് മാത്രം സവിശേഷമായ അവകാശം ഉണ്ടായിരുന്നു. അരയ പ്രഭുക്കന്മാർക്ക്. ജാതി വ്യവസ്ഥയുടെ ഇരുണ്ട നിയമങ്ങൾ കേരളത്തെ ശ്വാസം മുട്ടിച്ചിരുന്ന ആ കാലത്ത് എങ്ങനെയാണ് കടലിന്റെ മക്കളായ അരയന്മാർക്ക് കരയിലെ രാജാക്കന്മാരും നായർ മാടമ്പിമാരും ഇത്രയേറെ ആദരവും അധികാരവും കൽപ്പിച്ച് നൽകിയത്? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊരു സാധാരണ സൗഹൃദത്തിന്റെ കഥയാണെന്ന്. എന്നാൽ തെറ്റി. ഇത് അതിജീവനത്തിന്റെ, രാജ്യസുരക്ഷയുടെ ചോരയും നീരും നൽകി എഴുതപ്പെട്ട ഒരു മഹാസഖ്യത്തിന്റെ ചരിത്രമാണ്. കരയിൽ നായർ പടയാളികളുടെ വാളുകൾ തിളങ്ങിയപ്പോൾ അറബിക്കടലിലെ ഉപ്പുകാറ്റിൽ വിദേശിപ്പടയെ വിറപ്പിച്ചത് തീര ക്ഷത്രിയർ എന്ന് വിളിക്കപ്പെട്ട അരയ യോദ്ധാക്കളായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവൻ രക്ഷിച്ച പൂവാറിലെയും വിഴിഞ്ഞത്തിലെയും അരയന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന തിരുവിതാംകൂർ ഉണ്ടാവുമായിരുന്നു. വേലുത്തമ്പി ദളവയുടെ വിശ്വസ്തനായ ആ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ചരിത്ര പുസ്തകങ്ങൾ വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയ കേരളത്തെ മാറ്റിമറിച്ച ആ സൈനിക കൂട്ടായ്മയുടെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം. കേരളത്തിലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് കരയിലെ യുദ്ധങ്ങളും കോട്ടകളും മാത്രമാണ്. എന്നാൽ കേരളത്തിന്റെ സുരക്ഷയുടെ പകുതിയും കടന്നിരുന്നത് അതിന്റെ അതിരില്ലാത്ത കടൽ തീരങ്ങളിലായിരുന്നു. അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അരയന്മാർ. സംസ്കൃതത്തിൽ അരയൻ എന്നാൽ വെറുമൊരു മത്സ്യത്തൊഴിലാളി എന്നല്ല അർത്ഥം. പകരം രാജാവ് അല്ലെങ്കിൽ അധിപൻ എന്നാണ്. പുരാണങ്ങളിലേക്ക് നോക്കിയാൽ ചന്ദ്രവംശജാതനായ ദുഷ്യന്ത മഹാരാജാവിന്റെ വിശ്വസ്തരായ സൈനികരുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് ഇവർ വിശ്വസിക്കുന്നു. മഹാഭാരതത്തിന്റെ തുടക്കം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശാന്തനു മഹാരാജാവ് വിവാഹം കഴിച്ച് സത്യവതി അഥവാ മത്സ്യഗന്ധി ദാസരാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അരയ രാജാവിന്റെ മകളായിരുന്നു. അതായത് ഭാരത ചരിത്രത്തെ നിയന്ത്രിച്ച കുരുവംശത്തിന്റെ ചോരയിൽ പോലും ഈ തീരദേശ ഭരണാധികാരികളുടെ വംശബന്ധം ഉണ്ടായിരുന്നു എന്നാണ് സാരം. മധ്യകാല കേരളത്തിൽ ഇവര് വെറും സാധാരണക്കാരായി ആരും കണ്ടിട്ടില്ല. ചരിത്രകാരന്മാർ ഇവരെ വിശേഷിപ്പിച്ചത് തീര ക്ഷത്രിയർ എന്നാണ്. ഉൾനാടുകളിലെ കൃഷിയും ഭരണവും നായർ പ്രമാണിമാരും മാടമ്പിമാരും നിയന്ത്രിച്ചപ്പോൾ കടലോര മേഖലകളുടെയും കായൽ തീരങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള പരമാധികാരം രാജാക്കന്മാർ ഏൽപ്പിച്ചത് അരയത്തലവന്മാരെയായിരുന്നു. കളരിപ്പയറ്റിൽ അഗ്രഗണ്യരായ ഇവർ കരയിലെ നായർ പടയാളികളെ പോലെ തന്നെ ജന്മനാ യോദ്ധാക്കളായിരുന്നു. ഈ കൂട്ടായ്മയുടെ ഏറ്റവും ശക്തമായ മുഖം നമ്മൾ കാണുന്നത് വടക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ചും കോഴിക്കോട് സാമൂതിരിയുടെ ഭരണകാലത്ത്. പോർച്ചുഗീസുകാരും മറ്റ് വിദേശ ശക്തികളും അത്യാധുനിക കപ്പലുകളുമായി അറബിക്കടൽ വഴി കോഴിക്കോടിനെ ആക്രമിക്കാൻ വന്നപ്പോൾ സാമൂതിരി തന്റെ നാവികപ്പടയുടെ ചുമതല കുഞ്ഞാലിമരയ്ക്കാർക്ക് നൽകി. എന്നാൽ ആ കപ്പലുകളിൽ ഇരുന്ന് വിദേശികളോട് നെഞ്ചുവിരിച്ച് പോരാടിയ ആ യഥാർത്ഥ യോദ്ധാക്കൾ ആരായിരുന്നു എന്നറിയോ? അതാണ് തീരദേശത്തെ അരയന്മാർ. ആഴക്കടലിലെ ചുഴികളും കാറ്റിന്റെ ഗതിയും തരംഗങ്ങളുടെ ചലനങ്ങളും സ്വന്തം കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാവുന്ന അരയന്മാർ കപ്പലുകളിലെ പ്രധാനപ്പെട്ട നാവിക യോദ്ധാക്കളായി മാറി. തീരസംരക്ഷണത്തിന് വേണ്ടി കരയിൽ നിലയുറപ്പിച്ച നായർ പടയാളികളും കടലിൽ പോരാടിയ അരയ യോദ്ധാക്കളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സാമൂതിരി രാജാവിന്റെ പരമാധികാരത്തിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. അക്കാലത്ത് സാമൂതിരി രാജാവ് കടലിലെ സുരക്ഷാ ചുമതലയുള്ള അരയത്തലവന്മാർക്ക് പണിക്കർ പദവിയും വലിയ അധികാരങ്ങളും നൽകി ആദരിച്ചിരുന്നു. ഇനി നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് വരാം. തിരുവിതാംകൂറിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ആ നിർണായക നിമിഷം. 8 വീട്ടിൽ പിള്ളമാരും തമ്പിമാരും ചേർന്ന് യുവരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ വേണ്ടി നാനാ ഭാഗത്തു നിന്നും വേട്ടയാടിയ കാലം. കരയിലൂടെയുള്ള എല്ലാ വഴികളും ശത്രുക്കൾ അടച്ചപ്പോൾ ജീവൻ കയ്യിലെടുത്ത് ഒളിച്ചോടിയ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ രക്ഷകരായി അവതരിച്ചത് പൂവാറിലെയും വിഴിഞ്ഞത്തിലെയും അരയന്മാരായിരുന്നു. തങ്ങളുടെ കുടിലുകളിൽ രാജാവിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചും ശത്രുക്കൾ വളയുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് ജലമാർഗം അദ്ദേഹത്തെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചതും ഈ ധീര യോദ്ധാക്കളായിരുന്നു. സ്വന്തം ചോരയേക്കാൾ വില കൽപ്പിച്ച് അരയന്മാർ ചെയ്ത ആ സഹായമില്ലായിരുന്നുവെങ്കിൽ മാർത്താണ്ഡവർമ്മ എന്ന ശക്തനായ രാജാവോ ഇന്നത്തെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം നിയന്ത്രിച്ച തിരുവിതാംകൂർ എന്ന സാമ്രാജ്യമോ ഉണ്ടാകുമായിരുന്നില്ല. ഈ വലിയ ജീവരക്ഷാ ചരിത്രത്തിന്റെ നന്ദി സൂചകമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും തുടരുന്ന ആചാരപരമായ അവകാശങ്ങൾ രാജകുടുംബം അരയന്മാർക്ക് നൽകിയത്.
ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്ത് എത്തുമ്പോൾ രാജാവിനും അകമ്പടി സേവിക്കുന്ന നായർ സൈന്യത്തിനുമൊപ്പം സുരക്ഷയൊരുക്കാനും ആറാട്ട് കടലിൽ നടക്കുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകാനും വലിയ അരയൻ പദവിയുള്ള അരയൻ തലവന്മാർക്ക് പ്രത്യേക അവകാശം നൽകപ്പെട്ടു. ജാതി ചിന്തകൾക്ക് മുകളിൽ ഒരു ജനതയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിയ സുവർണ നിമിഷമായിരുന്നു അത്. തീരദേശത്ത് മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ ചെങ്ങന്നൂരിലും ഈ നായർ അരയ സമുദായങ്ങളുടെ പരസ്പര ബഹുമാനത്തിന്റെ തെളിവുകൾ കാണാൻ സാധിക്കും. പ്രശസ്തമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ശബരിമലയിൽ നിന്നും പമ്പാ നദി വഴി വള്ളത്തിൽ കൊണ്ടുവന്ന ചെങ്ങന്നൂർ ഭഗവതിയുടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് അരയ സമുദായത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃപ്പൂത്ത് അഥവാ ദേവിയുടെ ആർത്തവോത്സവം. ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഭഗവതിയെ പമ്പാ നദിയിലെ മിത്രക്കടവിലേക്ക് ആറാട്ടിന് വേണ്ടി എഴുന്നള്ളിക്കുമ്പോൾ ദേവിയുടെ ജീവനുള്ള പ്രതിരൂപം വഹിച്ചുകൊണ്ടുള്ള വള്ളം തുഴയേണ്ട പരമ്പരാഗതമായ അവകാശം അരയ സമുദായത്തിന് മാത്രമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ക്ഷേത്ര ഭരണാധികാരികളും ഊരാളന്മാരുമായിരുന്ന നായർ പ്രമാണിമാരും ബ്രാഹ്മണരും കടുത്ത ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് പോലും അരയന്മാരുടെ ഈ അവകാശത്തെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. ആറാട്ട് കഴിഞ്ഞു മടങ്ങുന്ന ദേവിയെ എതിരേൽക്കാൻ നായർ പ്രമാണിമാർ കരയിൽ കാത്തു നിൽക്കുമ്പോൾ ജലത്തിലൂടെയുള്ള ആ യാത്രയുടെ ആ പൂർണ്ണ ഉത്തരവാദിത്തം അരയ തലവന്മാർക്കായിരുന്നു. ഇത് കരയിലെയും ജലത്തിലെയും അധികാരങ്ങൾ ക്ഷേത്ര സംസ്കാരത്തിലൂടെ ഇരു വിഭാഗങ്ങളും എങ്ങനെ പങ്കിട്ടെടുത്തു എന്നതിന് മനോഹരമായിട്ടുള്ള തെളിവാണ്. ചരിത്രത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞ അധ്യായം വരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരുവിതാംകൂർ വിപ്ലവത്തിന്റെ തീപ്പൊരി വളർന്ന കാലത്ത് വേലുത്തമ്പി ദളവ എന്ന ധീരനായ നായർ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന ഏറ്റവും വിശ്വസ്തനായ സൈനിക കൂട്ടാളി ആരായിരുന്നു എന്നറിയോ? അത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന ഗ്രാമത്തിലെ അരയപ്രമാണിയും തിരുവിതാംകൂർ നാവികസേനയുടെ തലവനുമായിരുന്ന ചെമ്പിൽ തങ്കപ്പൻ പണിക്കർ എന്ന ചെമ്പിൽ അരയനായിരുന്നു. വേലുത്തമ്പി ദളവയുടെ കരപ്പടയും ചെമ്പിൽ അരയന്റെ കരുത്തുറ്റ നാവികപ്പടയും ഒന്നിച്ചു ചേർന്നാണ് കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ബംഗ്ലാവ് ആക്രമിച്ചത്. അർദ്ധരാത്രിയിൽ കായൽ മാർഗം നിശബ്ദമായി വള്ളങ്ങളിൽ വന്നിറങ്ങി ബ്രിട്ടീഷ് കോട്ടയെ വിറപ്പിച്ച ചെമ്പിൽ അരയന്റെ യുദ്ധതന്ത്രങ്ങൾ വേലുത്തമ്പിയുടെ പോരാട്ടങ്ങൾക്ക് നൽകിയ കരുത്ത് ചെറുതൊന്നുമല്ല. ഒടുവിൽ വിപ്ലവം പരാജയപ്പെടുകയും ചെമ്പിലരയൻ പിടിക്കപ്പെടുകയും ചെയ്തെങ്കിലും നായർ അരയ സൗഹൃദത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഈ സഖ്യം ചരിത്രത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ചരിത്രത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.